പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ നിക്ഷേപകർക്ക് ആശ്വാസം. പ്രതികളിൽ നിന്ന് ഇഡി കണ്ടുകെട്ടിയ സ്വത്തുക്കൾ പണം നഷ്ടമായവർക്ക് വിതരണം ചെയ്യാൻ കോടതി ഉത്തരവ്. പണം നഷ്ടപ്പെട്ടവർ നൽകിയ ഹർജിയിൽ PMLA കോടതിയാണ് ഉത്തരവിട്ടത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, നിക്ഷേപകരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണിത്. നിക്ഷേപ തട്ടിപ്പിലൂടെ ഏതാണ്ട് 2000 കോടിയോളം രൂപയാണ് നിക്ഷേപകർക്ക് നഷ്ടമായത്. അതായത് 2000 കോടിയോളം രൂപ പോപ്പുലർ ഫിനാൻസിന്റെ നടത്തിപ്പുകാർ തട്ടിച്ച് എടുത്തു എന്നാണ് കേസ്. അതേസമയം നിക്ഷേപ തട്ടിപ്പിന് ഇരയാകുന്നവർക്ക് വേഗത്തിൽ കുറച്ചെങ്കിലും പണം തിരികെ കിട്ടാൻ ഇടയാക്കുന്ന ബഡ്സ് നിയമം ചുമത്തി സംസ്ഥാനത്ത് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസാണ് ഈ പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസ്. ഈ കേസിലാണ് നിക്ഷേപകർക്ക് ആശ്വാസകരമായ ഒരു വാർത്ത എത്തിയിരിക്കുന്നത്. ആദ്യഘട്ടമായി ഏതാണ്ട് 60 കോടിയിലധികം രൂപയാണ് നിക്ഷേപകർക്ക് കൈമാറുക. ED കണ്ടുകെട്ടിയ പ്രതികളുടെ സ്വത്തുക്കളാണ് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കൊച്ചിയിലെ PMLA കോടതിയിലേതാണ് ഈ നടപടി. പണം നഷ്ടപ്പെട്ടവർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. അതേസമയം ഈ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ കോമ്പീറ്റന്റ് അതോറിറ്റി വഴി വിതരണം ചെയ്യാമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കോടതിയെ അറിയിച്ചു. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയെ, അതായത് തത്വത്തിൽ ജില്ലാ കളക്ടറാവും ഇതിന് വേണ്ട നടപടിക്രമങ്ങളും മറ്റ് കാര്യങ്ങളും എല്ലാം തീരുമാനിക്കുക. സമീപകാലത്തുണ്ടായ നിയമ ഭേദഗതി അനുസരിച്ചാണ് ഇത്തരത്തിൽ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ EDക്ക് വേണമെങ്കിൽ ആ നിക്ഷേപകർക്ക് തിരികെ നൽകാമെന്നുള്ള ഒരു വ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നത്.